മില്യൺസ് ഓഫ് റുപ്പീസ് അല്ലെങ്കിൽ ഡോളേഴ്സിൻ്റെ ക്ലിനിക്കൽ റിസർച്ച് പ്രോജക്ട്സുകളുണ്ട്. അപ്പോൾ അതിലിവരൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. കാനഡയിലൊക്കെയുള്ള അവിടെയൊക്കെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് കൂടുതലും നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഈ നഴ്സസിനെയൊക്കെ കൂടുതലായി പ്രിഫർ ചെയ്യുന്നു. അലൈഡ് ഹെൽത്ത് സയൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടോ നിലവിൽ? ഒരു ഡിമാൻഡ് തീർച്ചയായിട്ടും ഉണ്ട്. ജോലി സാധ്യത ഉള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ് സാലറി കിട്ടുന്നതുമായ ഒരു പ്രൊഫഷനാണ്. ഇനിയിപ്പോൾ ഈ ബാച്ചിലർ പ്രോഗ്രാം പറഞ്ഞല്ലോ, അതിനുശേഷം നമുക്ക് PG പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയുന്നത്. അതിലെന്താണ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് നമുക്ക് ഈ PG പ്രോഗ്രാംസ് അഡ്വാൻറ്റേജ് പ്രധാനമായും അവർക്ക് കിട്ടുന്നത് ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിസിഷ്യൻ അസിസ്റ്റൻസിനാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വളരെ സോഫിസ്റ്റിക്കേറ്റുള്ള ഉപകരണങ്ങൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ പിന്നെ ഡോക്ടർമാർ അസിസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ നൈപുണ്യം നേടാൻ പറ്റും. അതുപോലെ പിന്നെ തൊറാസിക് സർജറി, ഹാർട്ട് സർജറിയൊക്കെ നടത്തുമ്പോൾ വെയിൻ ഹാർവസ്റ്റിംഗ്, എൻഡോസ്കോപ്പിക് വെയിൻ ഹാർവസ്റ്റിംഗ് മുതലായ ടെക്നിക്കലുണ്ട്. അതെല്ലാം അവർക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അതാണ് ഈ MSc കോഴ്സ് പഠിച്ചുള്ളത്. പിന്നെ മാത്രമല്ല ഇനിയിപ്പോൾ ഈ അലൈഡ് ഹെൽത്ത് കമ്മീഷൻ വന്ന നിലയ്ക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്നുണ്ട്. ഒരുപാട് ജോലി സാധ്യത. കാരണം ഇപ്പം പിന്നെ MSc പഠിച്ച വിദ്യാർത്ഥികളെ കിട്ടാനില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാധ്യത അക്കാഡമിക്കായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. അതിനുപരി വരാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, മെഡിക്കൽ കമ്പനീസ്, ബയോമെഡിക്കൽ മാനുഫാക്ചറിങ് കമ്പനീസ്, അവിടെ എല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് റിസർച്ച് പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ലിനിക്കൽ റിസർച്ച് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് അല്ലെങ്കിൽ ഡോളേഴ്സിൻ്റെ ക്ലിനിക്കൽ റിസർച്ച് പ്രോജക്ട്സുകളുണ്ട്. അപ്പോൾ അതിലിവരൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇൻഷുറൻസ് കമ്പനികളിൽ അവരൊക്കെ ഈ പിന്നെ രോഗം നിർണ്ണയിച്ച് വരുന്നതിൽ എന്താണ്, അതിൽ തെറ്റുകളുണ്ടോ, ശരിയാണോ, അതിൻ്റെ വാല്യൂസൊക്കെ ശരി എന്ന് കണ്ടുപിടി അതിനുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഡേറ്റ ബാങ്കിങ്, അതിന് വലിയൊരു സാധ്യതയുണ്ട് ഇപ്പം. അങ്ങനെ ഇത് സാധ്യത വളരെ വളരെ വലുതാണ്. പക്ഷേ എങ്ങനെയാണ് ആ കുട്ടികൾ പഠിച്ചു വരുന്നത്, അതിൽ നൈപുണ്യം എങ്ങനെയാണ് അവർ നേടുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും ജോലി കിട്ടുന്ന സാധ്യത. ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇപ്പോൾ ഈ റേഡിയോ ഇമേജിങ്, നമ്മുടെ റേഡിയോഗ്രാഫി ഒക്കെ പറഞ്ഞല്ലോ, അതും ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് ഒരു വിഭാഗമാണ്. ഈ മെഡിക്കൽ അല്ലാതെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻഡസ്ട്രിയൽ ആ മേഖലകളിലുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ കോഴ്സിൽ പഠിക്കുന്നവർക്ക് അതുകൂടി അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടി ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുണ്ട്? അതിൻ്റെ സാധ്യത കുറവാണ്. കാരണം ഇവർ മെഡിക്കൽ ഓറിയൻറ്റഡ് ആണ്. ഇവർ ചികിത്സ മാത്രമാണ് ഇവർ മുന്നിൽ കാണുന്നത്. ഇവർ പഠിപ്പിക്കുന്നത് മനുഷ്യ ശരീരവും ശരീരത്തിൽ ഉണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങളും അതിലുണ്ടാകുന്ന രോഗങ്ങളും ആ രോഗങ്ങൾ എങ്ങനെ നിർണ്ണയിക്കാം ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് എന്നാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഡയഗ്നോസ്റ്റിക് ടൂൾസാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പം എങ്ങനെ ഒരു രോഗം നിർണ്ണയിക്കാം, അതിന് ഈ റേഡിയോളജി ഇമേജിങ്ങും ഉപയോഗിച്ച് അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ഉപയോഗിച്ച് എങ്ങനെ ചികിത്സിക്കാം, ഇതൊക്കെയാണ് അവർ പഠിക്കുന്നത്. അതെ. മറ്റേ ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രാഫി അത് വേറൊരു തന്നെ ഒരു സബ്ജക്റ്റ്, അത് എഞ്ചിനീയറിങ്ങും അതിൽ നിന്ന് വകഭേദം വന്ന ഒരു സബ്ജക്റ്റാണ് റേഡിയേഷൻ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വേറെ ചില കോഴ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ PGD-MRS എന്നൊരു കോഴ്സുണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ PGD-M മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി. ഈ PGD-MRS കോഴ്സിൻ്റെ അവരാണ് ഈ റേഡിയോ തെറാപ്പി സമയത്ത് എങ്ങനെ റേഡിയോ തെറാപ്പി കൊടുക്കാം രോഗിക്ക്, അല്ലെങ്കിൽ രോഗമുള്ള സ്ഥലം മാത്രം മാർക്ക് ചെയ്ത് അത് പ്രത്യേകിച്ച് സ്കാൻ ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ റേഡിയേഷൻ ഡോസ് കണ്ടുപിടിക്കാം, ആ ഡോസ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നെല്ലാം നിർണ്ണയിക്കുന്നത് ക്യാൻസർ പോലുള്ള ഡിസീസ് ആദ്യം അതിന് ഡോക്ടറെ സഹായിക്കുന്ന ഈ കോഴ്സാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സും നമ്മുടെ അവിടെ ഉണ്ട്. ഓക്കെ. അതിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ചില സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. ഇപ്പോൾ ഈ ബ്രാക്കി തെറാപ്പി എന്ന് പറയുന്ന ചില കോഴ്സുകൾ, അതായത് എക്യുപ്മെന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ പറയുന്ന പോലെ പല ടെക്നിക്കലുണ്ട്. അതുപോലെ നമ്മുടെ അവിടെ ഉള്ളൊരു വളരെ വ്യത്യസ്തമായൊരു കോഴ്സാണ് MSc കോഴ്സാണ് ഡിംഗ്ലൂട്ടോളജി ആൻഡ് സോളോയിങ് ഡിസോർഡർ. അതൊരു പുതിയ കോഴ്സാണ്. കാരണം ഇന്ത്യയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ഈ അമൃത ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ ആ കോഴ്സ്, വേറെ എവിടുത്തെ ആ കോഴ്സ്. കാരണം അത് പിന്നെ ഉദാഹരണമായിട്ട് പാർക്കിൻസോണിസം അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നു, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ് വരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുന്ന രോഗികൾക്ക് ഈ ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ സോളോ ചെയ്യാൻ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് ഒരു ടെക്നിക്കുണ്ട്. ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും പിന്നെ ചില മാസേജിങ് ടെക്നിക്കും ഒക്കെ ഉണ്ട്. അതാണ് ഈ ഡിംഗ്ലൂട്ടോളജി ആൻഡ് സോളോയിങ് തെറാപ്പി. ആ കോഴ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു ബേസിക് ഡിഗ്രി വേണ്ടത് BASLP ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ ബാച്ചുലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിയാണ്. ആ ഡിഗ്രിയിൽ ഫസ്റ്റ് ക്ലാസ് നല്ല മാർക്കുണ്ട്, അതിന് അഡ്മിഷൻ കിട്ടും അവിടെ. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരിത് പഠിപ്പിക്കും. ഇതിന് വളരെ ഡിമാൻഡുള്ളതാണ്.
ഇപ്പം അവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആൻഡ് നെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഡെവലപ്ഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇപ്പോൾ എന്ത് ചെയ്തു, അവരൊരു ആപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ. കാരണം ഈ ആപ്പ് രോഗികൾക്ക് കൊടുക്കാം. കാരണം രോഗികൾക്ക് ഈ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന രോഗികൾക്കൊക്കെ അല്ലെങ്കിൽ പാർക്കിൻസോൺസ് അവർക്കൊക്കെ ഹോസ്പിറ്റലിൽ വരാനും പോകാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആപ്പ് വഴി അവരൊക്കെ ഡോക്ടറുമായിട്ടും ഈ ടെക്നോളജിയായിട്ടും ഇൻറ്ററാക്ട് ചെയ്യാം. ഇൻറ്ററാക്ട് ചെയ്ത് അവരവരെ ഗൈഡ് ചെയ്യും, അവരുടെ കൗൺസിലിംഗ് ഗൈഡ് ചെയ്യും. അപ്പോൾ അത് ഒരു വളരെ പുതിയ ഒരു കോഴ്സാണ്. അതെ, പുതിയ അഡീഷനാണ്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു, സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒഫ്താൽമോളജി ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒപ്റ്റോമെട്രിസ്റ്റിൻ്റെയൊക്കെ. അത് ഈ മേഖലയിൽ വരുന്നതാണോ? ഒപ്റ്റോമെട്രി ഉണ്ട്. ഒപ്റ്റോമെട്രി ഞങ്ങളവിടെ കുട്ടികളുണ്ട്. ഒപ്റ്റോമെട്രിയിൽ വളരെ വൈദഗ്ധ്യം മാറും. കാരണം ഈ ഒപ്തോൾമോളജിസ്റ്റ് കണ്ണ് ടെസ്റ്റ് ചെയ്യുമെങ്കിലും ബാക്കിയുള്ള കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതും കണ്ണിൻ്റെ പ്രഷർ നോക്കുന്നത്, പിന്നെ റെറ്റിന സ്കാൻ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് വളരെ 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 വിദഗ്ധമായി രോഗികളെ കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ അതിന് ഈ ഡോക്ടറെ സഹായിക്കാൻ ഒരുപാട് ഉപകരണങ്ങൾ, ഒരുപാട് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ഓപ്റ്റോമെട്രിസ്റ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളവിടെ റെറ്റിനയിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. റെറ്റിന സർജറിയെ കൊണ്ട് ഇപ്പം പുതിയ മോഡേൺ ടെക്നോളജി ഹാസ് കം. അപ്പോൾ അതിനെല്ലാത്തിനും എക്യുപ്മെൻറ്റ് ബേസ്ഡ് ആണ്, ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റാണ്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാനും അത് ഉപയോഗിക്കാനും അത് മെയിൻ്റനൻസ് നടത്താനും എല്ലാം ഈ ഓപ്റ്റോമെട്രിസ്റ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സാർ, ഞാൻ ഈ വായിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ പുറത്ത്, അതായത് ഇപ്പോൾ UK യിലും കാനഡയിലൊക്കെയുള്ള അവിടെയൊക്കെയുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് കൂടുതലും നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഈ നഴ്സസിനെയൊക്കെ കൂടുതലായി പ്രിഫർ ചെയ്യുന്നു. അവർക്ക് വളരെ പെട്ടെന്ന് അവിടെ ജോലി കിട്ടും. കാരണം അവരുടെ അത്രയും മാത്രം ഒരു എക്സ്പേർട്സ് ആണ് അവർ ആ മേഖലയിൽ എന്ന് അവർ പറയുന്നു. ഈ മേഖലയിൽ, അതായത് അലൈഡ് ഹെൽത്ത് സയൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടോ നിലവിൽ? അല്ല ഇനി അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഡിമാൻഡ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, ഒരു 35-40% വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. ഒന്ന്, നമ്മളൊരു പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ആരോഗ്യപരമായി നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒന്ന്. രണ്ടാമത് വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഞാൻ കണ്ടുവരുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, പ്രധാനമായ കാര്യം വളരെ സ്കിൽഫുള്ളാണ്, നൈപുണ്യം, ഹൈലി സ്കിൽഡാണ് ആ കുട്ടികൾ. 2, കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതാണ്. അവർക്ക് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കാം, അവർക്ക് രോഗികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. പിന്നെ രോഗനിർണയത്തിന് വളരെ ഡോക്ടർമാരെയും മറ്റുള്ള ടെക്നോളജിസിനെയും സഹായിക്കാനായിട്ടുള്ള കഴിവുണ്ട്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമായിരിക്കണം അത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ജോലി സാധ്യത ഉണ്ട്, ഇനിയും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളെ പോലെ തന്നെ നമ്മുടെ അലൈഡ് ഹെൽത്ത് കുട്ടികൾക്കും ഈ ജോലി സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഞാനിത് ചോദിക്കാൻ കാരണം നേരത്തെ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരിക അല്ലെങ്കിൽ ഡോക്ടർ ആവുക എന്ന ആഗ്രഹം ഒരുപാട് പേർക്കുണ്ടാവും. പലരും ഈ എൻട്രൻസിൽ തട്ടി വീഴും. ഈവൻ നമ്മൾ +2 നല്ല സ്കോർ വന്നു കഴിഞ്ഞാലും എൻട്രൻസിൽ സ്കോർ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ സ്വപ്നം എന്നേക്കുമായി അവസാനിപ്പിച്ച് പല മറ്റ് മേഖലകളിലേക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികളുണ്ട്. രക്ഷിതാക്കൾക്ക് ആവേശങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ അവർക്ക് വരാം അല്ലേ, ധൈര്യപൂർവ്വം വരാം. കുറച്ചുകൂടി പറയുന്ന പോലെ എന്താണ് പറയുക, ഒരു കോമൺ ജനറൽ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല എന്ന് തന്നെ ഒരു പ്ലസ് സൈഡാണ് ഇൻ ദി അതർ വേ അല്ലേ. പക്ഷേ അത്തരം കുട്ടികളോട് അല്ലെങ്കിൽ രക്ഷിതാക്കളോട് എന്താണ് സാറിന്? പക്ഷേ ഇതിനകത്ത് പ്രധാനമായി ഞാൻ കാണുന്നത്, ഇതിലൊക്കെ വളരെ മിടുക്കന്മാരും അല്ലെങ്കിൽ മിടുക്കികളായി പോകുന്നവരാരാണ്? ഇതിനകത്തൊരു പാഷൻ ഉള്ളത്. ഡെഫിനറ്റ്ലി അതാണ് ഞാൻ കണ്ടുവരുന്നത്. ചില കുട്ടികളൊക്കെ എന്ത് പാഷണബിൾ ആയിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്, എന്ത് വളരെ ഡെഡിക്കേഷനോട് കൂടെയാണ് ഇത് പഠിക്കുന്നത്. പ്രത്യേകിച്ച് അലൈഡ് ഹെൽത്തിൻ്റെ ഗുണം എന്തെന്നറിയാമോ? ഒരു ഡോക്ടറും അലൈഡ് ഹെൽത്തിൻ്റെ ബന്ധം എന്തെന്ന് വെച്ചാൽ, ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ വളരെ ബിസിയായ ഡോക്ടർക്ക് ഈ രോഗിക്കോ അല്ലെങ്കിൽ രോഗിയുടെ ബൈസ്റ്റാൻഡറോടോ അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നിരിക്കില്ല. അവർ വളരെ ബിസിയാണ് ഡോക്ടർമാർ, എത്രയോ രോഗികളെ നോക്കണം. അപ്പം അവരിൽ ഉള്ള ആശയങ്ങൾ പറയാൻ ഈ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിൽ കൂടെ രോഗികളിലും ബൈസ്റ്റാൻഡറിലും എത്തിക്കാൻ പറ്റും. ആ സ്പേസ് ഒരുപാട് പിന്നെ ഫില്ല് ചെയ്യാൻ പറ്റും ഈ അലൈഡ് ഹെൽത്ത് അവരെ കൊണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു ഗുണമെന്ന് ഞാൻ കാണുന്നു. അങ്ങനെ ഇപ്പം എക്സ്പേർട്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പം സാറ് നേരിട്ട് കണ്ട് കാണും, ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽസ് ഒരുപാട് മീറ്റ് ചെയ്ത് കാണും. അങ്ങനെ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ അങ്ങനെ ഉണ്ട്. ഒരു അതിശയോക്തി അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു സംഭവം, ഇവിടെ നമ്മൾ 3rd ഇയർ ഫൈനൽ ഇയർ ആകുമ്പോൾ കുട്ടികൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, ഈ നോട്ട് ഇൻ്റർവ്യൂ, വൈവ ഉണ്ട്. ഈ വൈവ എക്സാം നടത്തുമ്പോൾ ഒരു ഇൻറ്റേർണൽ എക്സാമിനറും എക്സ്റ്റേണൽ എക്സാമിനറും.
അപ്പോൾ ചില എക്സാമിനർ വെളിയിൽ നിന്ന് വരുന്നവർ ഈ കുട്ടികളെ വൈവ എടുത്ത് കഴിഞ്ഞാൽ അവരോട് ഓരോ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടർമാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ കുട്ടി പാസ്സായി കഴിയുമ്പോൾ എന്നെ അറിയിക്കാമോ? അപ്പോൾ അത്ര മിടുക്കന്മാരുണ്ട്. എന്തായാലും ഈ പറയുന്ന പോലെ ഈ UG പ്രോഗ്രാംസ് പറഞ്ഞു, PG പറഞ്ഞു അല്ലേ, മറ്റ് എന്തെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അമൃത തന്നെ ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് നമ്മൾ അമൃത യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അമൃത ഹോസ്പിറ്റൽ ചില സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതെ, അല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇല്ല. പിന്നെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നത് ഈ ഹയർ എഡ്യൂക്കേഷൻ, ഫോർ എക്സാമ്പിൾ MD DM അതെല്ലാം കഴിഞ്ഞുള്ള ഫെലോഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. ഗിവിങ് എ ഫെലോഷിപ്പ് പ്രോഗ്രാം, അതൊരു അഡ്വാൻസ് ട്രെയിനിങ് ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട്. അതേ ഉള്ളൂ. പിന്നെ ഈ വിദ്യാർത്ഥികളുടെ ഒരു ഗുണം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അനസ്തേഷ്യ ടെക്നോളജി പറയും. ഈ അനസ്തേഷ്യ ടെക്നോളജി ഇപ്പോൾ പല ബ്രാഞ്ചുകളായി. വെറും അനസ്തേഷ്യ അല്ല, അനസ്തേഷ്യ കാർഡിയാക് അനസ്തേഷ്യ ഉണ്ട്, ട്രാൻസ്പ്ലാന്റ് അനസ്തേഷ്യ ഉണ്ട്, പീഡിയാട്രിക് അനസ്തേഷ്യ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യാലിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഡിക്കൽ സയൻസ്. അപ്പോൾ അതിലെല്ലാം ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ഒരു നല്ല ഹോസ്പിറ്റൽ. അതുകൊണ്ടാണ് ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് വിദേശങ്ങളിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ജോബ് സാധ്യതകളെ കുറിച്ച് പറഞ്ഞു, വിദേശത്തെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറഞ്ഞു. ഇപ്പോൾ 3 year പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇപ്പോൾ അമൃത ചെയ്യുന്നുണ്ട്. അങ്ങനെ 3+1 ആണെന്ന് പറയുന്നത് അല്ലേ? ഈ 1 year കംപ്ലീറ്റ്ലി ഇൻറ്റേൺഷിപ്പ് ആണ്. ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങും. അതാണ്. ഓക്കെ, അത് എങ്ങനെയാണ് അതിനെ? ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം. കാരണം ഡോക്ടർ കൂടെ നിൽക്കണം. എല്ലാം അവരെ കുറച്ച് കൂടെ ട്രെയിനിങ്, ഫുൾ ഫ്ലെഡ്ജ് ട്രെയിനിങ് കൊടുക്കുന്ന ആ സമയത്താണ്. അപ്പോൾ അവർ ആ ട്രെയിനിങ് കഴിയുമ്പോൾ അവർ എംപ്ലോയബിൾ ആയി മാറുന്നു. ഒരു ജോലി കിട്ടാനുള്ള എല്ലാ 100% യോഗ്യതയും അവർക്കുണ്ടാകും. ആ സമയത്താണ് അവർ സ്കില്ലല്ലേ നൈപുണ്യം 100% അറ്റൈൻ ചെയ്യുന്നത്. അത് കിട്ടുന്ന ഒരു സമയമാണ് ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രീംസ് പറഞ്ഞു. അപ്പം ഈ ജോബ് ടൈറ്റിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലോ. എന്താണ് ജോലി, വാട്ട് ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി വേണമല്ലോ. അപ്പം പെട്ടെന്ന് ഇപ്പോൾ നമ്മൾക്ക് എനിക്കിപ്പം എന്താണെന്ന് എൻ്റെ മനസ്സിലില്ല. അപ്പോൾ സാറിന് പറയാം അല്ലേ, ഇപ്പം ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അലൈഡ് ഹെൽത്ത് സയൻസ് കഴിഞ്ഞിറങ്ങുന്ന ഒരാളാണ്. അങ്ങനെ ജോബ് ടൈറ്റിൽ എന്താണ്? ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ആളെ ജനറലായിട്ട് പറയുന്ന അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ എന്നാണ്. ഓക്കെ, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ താഴെ ഓരോ വർക്ക് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി അനുസരിച്ച് പേര് മാറും. ഇപ്പോൾ ഡയാലിസിസ് ആണ് ഡയാലിസിസ് ടെക്നോളജിസ്റ്റ്, കാർഡിയോ വാസ്കുലാർ ടെക്നോളജിസ്റ്റ്, ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജിസ്റ്റ്, അങ്ങനെ ഓരോ പേരുകൾ പറയും. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിസ്റ്റ്, ഇൻറ്റൻസീവ് കെയർ ടെക്നോളജിസ്റ്റ്. അപ്പം ഇവരെ ഒരു ടെക്നോളജിസ്റ്റ് ലെവലിലാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. 4 വർഷം കഴിയുമ്പോൾ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അതാണ് ഇവരെ ഒരു ക്വാളിഫിക്കേഷൻ്റെ ഒരു മാനദണ്ഡം അവിടെയാണ് വരുന്നത്. ശരി, ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? അതായത് രക്ഷിതാക്കളോടുമൊക്കെ, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളോട്, കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടും രക്ഷിതാക്കളോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? പിന്നെ പ്രധാനമായി പറയാനുള്ളത്, ഈ മെഡിക്കൽ ഫീൽഡ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ വളരെ നോബിളായിട്ടുള്ള പ്രൊഫഷനാണ്. ഇത് പഠിക്കാൻ വരുന്നെങ്കിൽ ഒരു MBBS അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥി വരുന്നത് പോലെ മനസ്സിനകത്ത് ഫുൾ പാഷനിൽ വന്നാലേ ഇതിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. സാർ, ഇനിയിപ്പോൾ നമ്മൾ ജോലി സാധ്യതകളെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഒരു അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും ഇതിലെ എന്ത് സാലറി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ലേ? അപ്പം ഈ 3 year പ്രോഗ്രാമാണ്, PG കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിറങ്ങുന്നവർക്ക് ഒരു മെച്ചപ്പെട്ട സാലറി, അതിപ്പോൾ ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും, അത് ഉറപ്പിക്കാമോ? തീർച്ചയായിട്ടും ഉറപ്പിക്കാം. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ, ഇവിടെ പഠിച്ച് പാസ്സായ കുട്ടികളുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം ജോലി സാധ്യത ഉള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ് സാലറി കിട്ടുന്നതുമായ ഒരു പ്രൊഫഷനാണ്. കാരണം ഇതിൻ്റെ സാധ്യത നേരത്തെ പറഞ്ഞല്ലോ, ആശുപത്രികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ആശുപത്രിയിൽ ഒരു ടെക്നോളജിസ്റ്റ് വർക്ക് ചെയ്യാം, തുടക്കത്തിൽ തന്നെ 25,000-30,000 രൂപ വരെയൊക്കെ തുടക്കത്തിൽ കിട്ടും. പിന്നെ ഈ സാലറി കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ നൈപുണ്യം, നമ്മുടെ സ്കിൽ, നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ചാണ് ഇത് കിട്ടുന്നത്. 2, ഇവിടെ മാത്രമല്ല, ഒരുപാട് കമ്പനികളിൽ, ബയോമെഡിക്കൽ കമ്പനികളിൽ ഇപ്പോൾ അവർ ഒരുപാട് ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റിനെ എടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു എക്യുപ്മെൻറ്റ് വന്നു, മാർക്കറ്റിൽ വന്നു, അല്ലെങ്കിൽ ഒരു വെൻറ്റിലേറ്റർ ഫോർ എക്സാമ്പിൾ. ആ വെൻറ്റിലേറ്റർ എങ്ങനെ ഉപയോഗിക്കാം, ആ വെൻറ്റിലേറ്ററിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ആശുപത്രിയിൽ പോയി നഴ്സുമാരെയും മറ്റുള്ളവരെയും ട്രെയിൻ ചെയ്യിക്കാൻ
ഉള്ള ജോലി, അതാണ് ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഇത് മാത്രമല്ല, എത്രയോ എക്യുപ്മെൻറ്റ്സുകളുണ്ട്, എത്രയോ ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതിലെല്ലാം ആപ്ലിക്കേഷൻ സ്പെഷ്യലിസ്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞുള്ള ക്ലിനിക്കൽ റിസർച്ചിൽ വളരെ ഞങ്ങൾ നേരത്തെ മുമ്പ് പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഇപ്പോൾ ക്ലിനിക്കൽ റിസർച്ചിൻ്റെ പിന്നെ ഏഷ്യ സോൺ GMI വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് 6-7 ലക്ഷം രൂപ കിട്ടുന്നവരുണ്ട്. പിന്നെ ഏതെങ്കിലും വലിയ കമ്പനിയിലെ പിന്നെ സൗത്ത് സോൺ അതിൻ്റെ ജനറൽ മാനേജറായിട്ട് കിട്ടുന്നവരുണ്ട്. ആ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഈ അങ്ങനെയുള്ള കമ്പനികളിൽ ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ പുറത്ത് പിന്നെ മൂന്നാമത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒരുപാട് ജോലി സാധ്യത ഉള്ളതാണ് ഈ അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ ഉപയോഗം. ഉദാഹരണമായിട്ട് പല എക്യുപ്മെൻറ്റ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ സ്റ്റെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഈ ഇൻവേസീവ് ആയിട്ടുള്ള പല ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും അതിൻ്റെ പ്രവർത്തനം പഠിക്കാനും ഒക്കെ നേരത്തെ ചെയ്തിട്ടാണല്ലോ മനുഷ്യൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് അലൈഡ് എക്യുപ്മെൻറ്റ്സ്, ചെറിയ പിന്നെ മെഡിക്കൽ പിന്നെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള ജോലി കിട്ടാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. അപ്പോൾ ഈ സാധ്യത വളരെ കൂടുതലാണ്. അതൊരു വിദ്യാർത്ഥി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ആശ്രയിച്ചിരിക്കും. അതായത് സാർ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ അല്ല, ഒരുപാട് മെഡിക്കൽ സ്ഥാപനങ്ങളുണ്ട്, മൈക്രോബയോളജി സ്ഥാപനങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ സാധ്യതയുള്ളതാണ് ഈ പറയുന്നത്. ഇപ്പം തന്നെ എൻ്റെ കുറച്ച് വിദ്യാർത്ഥികൾ ദുബായിലും കാനഡയിലും ഇവിടെയൊക്കെ ഈ മെഡിക്കൽ ഡേറ്റ ബാങ്കിങ് ജോലി ചെയ്യുന്നു. മെഡിക്കൽ ഡേറ്റ ബാങ്കിങ് അത് വളരെ നല്ല ശമ്പളമുള്ള ജോലിയാണ്. അതാണ്. പിന്നെ ഈ കോഴ്സുകൾ ഓരോന്നും പാസ്സായി കഴിഞ്ഞാൽ ഇപ്പം പിന്നെ അലൈഡ് ഹെൽത്ത് ഒരു കോഴ്സ് പാസ്സായി അതിൻ്റെ ഉപരിപഠനത്തിന് പോവാം. അത് കഴിഞ്ഞ് അതിൻ്റെ PhD ചെയ്യാം. PhD ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡയറക്റ്റായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടും അസോസിയേറ്റ് പ്രൊഫസറായിട്ടൊക്കെ മെഡിക്കൽ കോളേജുകളിൽ ജോലി കിട്ടാം. അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ വളരെ ഉണ്ട്. ഇനിയിപ്പം ഈ ജോലി സാധ്യത വളരെ കൂടാൻ പോവുകയാണ്. കാരണം അലൈഡ് ഹെൽത്ത് കമ്മീഷൻ വന്നു കഴിഞ്ഞു, മറ്റു പല അപ്പോൾ അവരൊക്കെ ഇത്രയെ പഠിപ്പിക്കാൻ അധ്യാപകർ നിർബന്ധിതമാണ്, ഇത്ര വേണമെന്ന്. അപ്പോൾ അതിനുള്ള ജോലി സാധ്യത ആ രീതിയിലും വളരെ കൂടുതലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. അതെ, ഓക്കെ. അതാണ്. അപ്പോൾ എന്തായാലും അത് എന്താണ് പറയുക, വലിയ ഒരു വാതിൽ തുറന്നിടുന്നുണ്ട് ഈ പറയുന്നത് പോലെ സാധ്യതകളുടെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോടും രക്ഷിതാക്കളോടും എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, ഈ സാധ്യത പറയാനുള്ളത്, ഇതിലേക്ക് വരുന്നവർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളൂ. അവർക്ക് വളരെ പാഷനബിളായിട്ട് വരിക, ഇത് പഠിക്കുക, ഇതിനകത്തൊരു ഗോൾ സെറ്റ് ചെയ്യുക, ഏത് പഠിക്കണം എന്ന്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠത്തിലാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സുകളും എന്താണ്, അത് പഠിച്ചാൽ എന്താണ്, അതിന് എന്തൊക്കെ പഠിക്കണം, അതിന് കോഴ്സ് സമയം എത്രയാണ്, നിശ്ചിത സമയം എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും, ഇന്ത്യയിലും വിദേശത്തും എല്ലാ യൂണിവേഴ്സിറ്റികളിലും അത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് പഠിക്കാം. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പഠിച്ച ഇപ്പം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചിലർ വെളിയിൽ പോയി MSc ചെയ്യുന്നുണ്ട്. MSc കോഴ്സ് ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസീഷ്യൻ അസിസ്റ്റൻ്റ് ഇവിടെ പഠിച്ച ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി ഇപ്പം US ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി, MSc ഫിസീഷ്യൻ അസിസ്റ്റൻറ്റ്. അപ്പം അങ്ങനെ ഒരു പഠനത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സാധ്യത വളരെ വലുതാണ്. പുതിയൊരു മേഖലയാണിത്, എമർജിങ് മേഖലയാണ്. ഇപ്പം ജോലി സാധ്യത എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ജോലി സാധ്യത എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 5 എണ്ണത്തിൽ വരും. ഇവൻ ഈ അമേരിക്കയിലും മറ്റുള്ള വികസിത രാഷ്ട്രങ്ങളിൽ പോലും ജോലി സാധ്യത എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജോലി സാധ്യത വളരെ മുകളിലാണ് നിൽക്കുന്നത്. 5-5-5-5-5-5-5-5-5-5-5-5-5-5 വരാൻ സാധ്യതയുണ്ട്. ഹൈലി പെയ്ഡുമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സെക്ടർ കംപ്ലീറ്റ്ലി പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സെക്ടർ അത്രയും എന്താ പറയുക, വലിയ സാലറിയിലാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതെ, ആണ് വളരെ സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ഡോക്ടറെ കാണുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഒരു ഫിസീഷ്യൻ അസിസ്റ്റൻറ്റിനെ കാണും. ഫിസീഷ്യൻ അസിസ്റ്റൻറ്റിനെ കണ്ടെല്ലാം അപ്രൈസിന് ശേഷം മുകളിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല രീതിയിൽ ഇവർ മിടുക്കരാണ്. ഇപ്പം ഇനി +2 കഴിഞ്ഞ് പോകുന്ന ഒരാൾക്ക്, ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ആൾക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു എക്സാമിനേഷനൊക്കെ എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്? ഈ +2 മാത്രം ബേസ് ചെയ്തിട്ടാണോ? അല്ല, അത് ഏകദേശം ഒരു നീറ്റിൻ്റെ സ്റ്റാൻഡേർഡാണ്. ഓക്കെ. ഇതിന് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതിന് ഇത്ര മാർക്കുണ്ട്, പിന്നെ കുറച്ച് ഇംഗ്ലീഷുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നീറ്റിന് പഠിക്കുന്നവർക്ക് ഇതിന് അപ്പിയർ ചെയ്യാൻ പറ്റും. അതേ ഒരു സ്റ്റാൻഡേർഡാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഇത്രയും സംസാരിച്ചു. താങ്ക് യു സോ മച്ച്.